ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നൊരു കരോൾ സർവീസിൻ്റെ വീഡിയോ കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. ഇത് ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. തലേ ദിവസത്തെ പുൽക്കൂട് മറ്റേ ബേസ് ബോർഡൊക്കെ വെച്ച് ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു ഞാനെല്ലാം ഉണ്ടാക്കിയത്. അക്സിബായ റിസോർട്ടും കൂടെയാണ്. അപ്പോൾ അവർ രാത്രി ഇരുന്ന് മറ്റേ പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാർഡ്ബോർഡ് പീസൊക്കെ കട്ട് ചെയ്ത് യൂട്യൂബിൽ നോക്കി അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തലേദിവസം മൊത്തം അതിൻ്റെ പുറകെയായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ രാത്രി ചെയ്ത് വെച്ചു. പിന്നെ രാവിലെ ആയപ്പം സിയ കയറി വന്ന്. സിയ രാവിലെ തൊട്ട് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ വരും, എന്നും ഇവിടെ കാണും. അത് കഴിഞ്ഞ് ബാക്കി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ബാക്കി പുൽക്കൂടിൻ്റെ പരിപാടിയൊക്കെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്ന് കരോൾ സർവീസാണ്. അപ്പം നേരത്തെ ചെന്ന് പള്ളിയിൽ കുറേ ഡെക്കറേറ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് ബലൂണൊക്കെ കെട്ടി അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പുറത്ത് ലൈറ്റൊക്കെ ഇട്ട് പ്രോഗ്രാം തുടങ്ങാൻ സമയമായി. അപ്പോൾ അച്ഛനൊക്കെ വന്നു. രണ്ടച്ഛന്മാരുണ്ട് നമുക്കിന്നും പ്രോഗ്രാമിന്. അവർ രണ്ടുപേരും വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ്റെ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു സ്പീച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കരോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അഞ്ചാറല്ല 7ഓളം പാട്ടുകൾ ഞങ്ങൾ പാടി. ലാസ്റ്റത്തെ പാട്ട് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് പാടുന്ന കുറച്ച് വീഡിയോ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കരോൾ റൗണ്ട്സിന് ഇറങ്ങണമായിരുന്നു. അത് ഞങ്ങളുടെ ഏരിയയിലുള്ള കുറച്ച് വീടുകളിലൊക്കെ കയറി റൗണ്ട്സ് നടത്തുന്നുണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കരോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. തിരിച്ച് പരിപാടി കഴിയുന്നൊരു സീനാണിത്. പിന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോഴത്തേന് ഒരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേന് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ ഒരു 10-30 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ റൗണ്ട്സിന്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് ഇറങ്ങിയ ഉടനെ കുറച്ച് റോട്ടിൽ നിന്ന് കുറേ പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പാട്ടൊക്കെ പാടി. പിന്നെ ഓരോ വീടായിട്ട് ഞങ്ങളുടെ ചർച്ചിന് തന്നെ മാത്രം പള്ളിയുടെ അതായത് ഞങ്ങളുടെ പള്ളിയുടെ മാത്രം വീടുകളിൽ മാത്രം ഞങ്ങൾ പാടുന്നുള്ളായിരുന്നു. അങ്ങനെ ആദ്യത്തെ വീട് അവിടെ കയറി കഴിഞ്ഞ് രണ്ടാമത് നമ്മുടെ പള്ളിയിൽ തന്നെ ഒരു വീടാണ്, അവിടെ പാടാൻ കയറി. ഞങ്ങളുടെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ പാടാൻ. അച്ഛൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഉള്ളൂ, ഇനി 3 ദിവസം കൂടെ ഉണ്ട്. അതിന് അച്ഛൻ കാണത്തില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം അച്ഛൻ പ്രാർത്ഥിച്ച് ഞങ്ങളെ ഇറക്കിയതാണ്. അങ്ങനെ 2-3 വീടുകളിലൊക്കെ പാടി. ഏകദേശം ഒരു 11:30-12 മണി വരെ ആദ്യത്തെ ദിവസം ഞങ്ങൾ പാടുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ഒരു 2 മണി ആ ടൈം വരെയൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വീടുകളിൽ കൂടി ഞങ്ങൾ കയറിയായിരുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ വീട്ടിലാണ് പാടിയത്. ആ ടൈമൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 12 മണി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പാടുന്ന സമയമായപ്പോൾ തന്നെ ഒരു 12 ആയിട്ടുണ്ടായിരുന്നു. അന്നേരത്തിന് നിർത്താമെന്ന് വിചാരിച്ചു. പിന്നെ ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ചിലവരൊന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല. നമ്മളവിടെ നിന്ന് പാട്ടൊക്കെ പാടിയെന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യത്തില്ല. പിന്നെ കുറേ പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ ക്ഷീണിച്ചു, കുറേ നടപ്പൊക്കെ നടന്നു. അപ്പം ലാസ്റ്റായിട്ട് ഒരു വീട്ടിലൂടെ കയറി. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവിടുന്ന് റെസ്പോണ്ടൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അന്നത്തെ ദിവസത്തെ കരോൾ സർവീസ് ഞങ്ങൾ നടത്തി. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു 12 മണിയായപ്പോൾ തന്നെ ആദ്യത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.